വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 3-4 ഹെയർ ബാൻഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം കുറച്ച് പോളൻസും കുറച്ച് ഫോം ഫ്ലവേഴ്സും അതേപോലെ സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ബോയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ പറ്റും. സാറ്റിൻ കവേർഡ് ബോയും ഫോം ഫ്ലവറും ഒക്കെ യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ടിൽ അത് സെയിൽ ചെയ്യാനും പറ്റും. ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 രൂപയ്ക്ക് തൊട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ പ്ലാസ്റ്റിക്കിൽ നമ്മൾ സാറ്റിൻ റിബണൊക്കെ ചുറ്റുമ്പോൾ 35 രൂപയൊക്കെ വാങ്ങിയാൽ മതി എന്നാണ് പറയാറ്. പക്ഷേ ഇത് അതുപോലെയല്ല, നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ടിന് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇപ്പോൾ സാറ്റിൻ റിബൺ ചുറ്റുന്ന പോലെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒക്കെ റെഡിമെയ്ഡ് ഐറ്റംസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഇതിൽ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 കളർ ഓറഞ്ച് ഫ്ലവേഴ്സും അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വയലറ്റ് പോളൻസും ആണ് എടുത്തിട്ടുള്ളത്. ഗ്ലൂ ഗണ്ണ് ചൂടായി വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓരോ ഹെയർ ബാൻഡ് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി ഒരു പ്ലാനിങ് ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവാറാണ് പതിവ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നടുവിൽ സെൻറ്ററിൽ ഈ പോളൻസ് ഇങ്ങനെ വരുന്ന രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. പലർക്കും സംശയമാണ് ഗ്ലൂ ഗണ്ണ് ഇതിൽ വർക്കിംഗ് ആവുമെന്ന്. ഗ്ലൂ ഗണ്ണ് ക്ലോത്തിലും അതേപോലെ ഫോം ഫ്ലവറിലൊക്കെ നന്നായിട്ട് വർക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും സെയിൽസിന് വേണ്ടി ഉണ്ടാക്കുന്നതല്ല കേട്ടോ. അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെറുതെ ഉണ്ടാക്കുന്നതാണ്. ഇതേപോലെ നമ്മൾ മാക്സിമം പോളൻസ് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ചുറ്റുമായിട്ട് നമ്മൾ ഈ ഫ്ലവർ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ പല ഡിസൈൻസും ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സും പോളൻസും ഒക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ വർക്ക് കഴിയും. അപ്പോൾ ഈ വീഡിയോസ് ഫാസ്റ്റ് ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേപോലെ ജസ്റ്റ് ചെയ്യാണ്. നിങ്ങളെ ബോറടിപ്പിക്കേണ്ട വിചാരിച്ച് ഇവിടുന്ന് കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ചുറ്റും ചേർത്തിട്ട് നമ്മൾ ഓരോ ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുകയേ ചെയ്യണുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒട്ടിച്ചപ്പോൾ എൻ്റെ ഫ്ലവേഴ്സൊക്കെ തീർന്നു പോയി. അപ്പോൾ ഞാൻ വീണ്ടും ഫ്ലവർ തിരയാൻ പോയി. അപ്പോൾ വീണ്ടും ഒരു ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും ഒരു ഫ്ലവറും കൂടി ഇവിടെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ ഫെൽറ്റ് ഷീറ്റിൻ്റെ റൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മുഴുവൻ ഗമ്മാക്കി കൊടുത്തിട്ട് ഫെൽറ്റ് ഷീറ്റ് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതേപോലെ മറ്റൊരെണ്ണം കൂടി വേറൊരു ഡിസൈനിൽ ഞാൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. വേറൊരു 2 ഫ്ലവേഴ്സ് കൊണ്ടാണ് ആ ഡിസൈൻ ഞാൻ ചെയ്തത്. ഇനി നമ്മൾ വേറൊരു ഹെയർ ബാൻഡ് കൂടി ഉണ്ടാക്കാൻ പോവാണ്. അതിൽ റെഡ് ഫ്ലവർ ഒരൊറ്റൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് നമ്മൾ ചെയ്തെടുക്കാൻ പോവാണ്. ആദ്യം തന്നെ നമ്മളൊരു ഫെൽറ്റ് ഷീറ്റിൽ ഗ്ലൂ ആക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് മറ്റൊരു ഫെൽറ്റ് ഷീറ്റും കൂടി നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇതൊന്നും ശരിയായി എന്ന് വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഡിസൈനൊക്കെ നോക്കി ഒരാൾ ചെയ്യണതൊക്കെ കണ്ടാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ആകുമ്പോൾ നമുക്ക് ഈ ഹെയർ ബാൻഡ് കാണുമ്പോൾ തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഒരേപോലത്തെ ഹെയർ ബാൻഡ് ഉണ്ടാക്കാറില്ല. അപ്പോൾ ഞാൻ വേറെ ഡിസൈനിലാണ് ട്രൈ ചെയ്ത് നോക്കാറ്. ചിലതൊക്കെ ശരിയാവും, ചിലതൊന്നും ശരിയാവാറില്ലെങ്കിലും കുഴപ്പമില്ലാണ്ട് വരും. ഈ ഫ്ലവറിൻ്റെ റോസ് പൂവിൻ്റെ ഒക്കെ ഭംഗി ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോവും. ഇതൊക്കെ ഞാൻ സമയം കിട്ടുമ്പോൾ സാറ്റിൻ റിബണോട് ഇങ്ങനെ ചെയ്ത് വെക്കുന്ന ഫ്ലവേഴ്സാണ്. കുഞ്ഞു റോസസ് ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ അത് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് ആ ഹോളുള്ള ഒരു ഹെയർ ബാൻഡ് ഉണ്ടായില്ലേ, അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ചതായിരുന്നു. പക്ഷേ ഹോളുള്ള ഹെയർ ബാൻഡിന് നല്ല ഡിമാൻഡ് വന്നപ്പോൾ ഒക്കെ സെയിലായിപ്പോയി. പിന്നെ എനിക്ക് ചെയ്യാൻ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഞാനതാണ് പല ഇതിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ സമയം ഉണ്ടാകുമ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് ഇങ്ങനെ ഇതേപോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. വീണ്ടും ഞാനൊരു ഫോം ഫ്ലവർ
അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ആ ഒരു വീഡിയോ മിസ്സായിപ്പോയി. നമ്മൾ 2 പോളനും കൂടി വെച്ച് കൊടുത്ത് ഒട്ടിച്ചിട്ടുണ്ടായി. ദെൻ 2 റോസ് ഫ്ലവറും കൂടി അതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ഇതാണ് നമ്മുടെ 4ാമത്തെ ഹെയർ ബാൻഡ്. അപ്പം ഞാൻ ഇതേപോലെ പോളൻസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പോളൻസ് കട്ട് ചെയ്യാണ്ട് തന്നെ ചുറ്റി കൊടുക്കണവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടി കട്ട് ചെയ്തേ ഉള്ളൂ. എനിക്കെന്തോ ഈ പോളൻസും ഫോം ഫ്ലവേഴ്സും കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ഹെയർ ബാൻഡിന് നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യാനായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയാന്ന് തോന്നേ ഇല്ല. അത്രത്തോളം ക്വാളിറ്റി നമുക്കതിന് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ റോസസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. മിനി റോസസൊക്കെ ഞാൻ തന്നെ ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് മേക്കിംഗ് വീഡിയോസ് ആണോ ഇഷ്ടമാവുന്നത്, അതല്ലാണ്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയണതും അങ്ങനത്തെ വീഡിയോസാണോ ഇഷ്ടം എന്നുള്ളത് പറയണേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അറിയിക്കുക. അങ്ങനത്തെ വീഡിയോസ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇത് നമ്മൾ ഇത്രയേ ചെയ്യണുള്ളൂ. ഒരു സിമ്പിൾ ഹെയർ ബാൻഡാണ് ഉണ്ടാക്കുന്നത്. ഇത് കമ്പിയുടെ ഹെയർ ബാൻഡാട്ടോ. ശരിക്കും കമ്പീൻ്റെ ഹെയർ ബാൻഡിൽ ഗ്ലൂ ഗൺ അധികം വർക്ക് ചെയ്യാറില്ല. പക്ഷെ നമ്മൾ ഈ ഒരു ഫെൽറ്റ് ഷീറ്റ് ഒട്ടിക്കുമ്പോൾ ഓക്കെ ആവുമെന്ന് വിചാരിക്കുക. നോക്കാം. ഞാൻ വീണ്ടും ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത്. നല്ലോണം ഒട്ടി നിന്നോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞു തരാം. കാരണം ഞാൻ എപ്പോഴും എൻ്റെ മോൾക്കാണ് ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ നമുക്കറിയാൻ പറ്റില്ല എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, എത്ര കാലം ലാസ്റ്റ് ചെയ്തു എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഒന്ന് ലൈക്ക് അടിക്കുക. വീഡിയോസ് മേക്കിംഗ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ ഏത് ഹെയർ ബാൻഡാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായതെന്ന് ഒന്ന് പറയണേ. അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് വേണമെങ്കിൽ ഈ ഫോട്ടോസൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണിച്ചിട്ട് ഇത് മതിയോ എന്നൊക്കെ ചോദിക്കുക. ക്രിസ്മസ് സീരീസ് ആയതുകൊണ്ട് റെഡ് റോസസ് കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് വേറൊരു ടൈപ്പാണ്. ഇത് വേറൊരു ടൈപ്പ്. അപ്പോൾ ഈ 4 ഹെയർ ബാൻഡിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്